ഞാൻ ഇന്നൊരു സൂപ്പർ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പൈസി ഫ്രൈഡ് ചിക്കൻ ബർഗറാണ്. ബർഗർ പാറ്റി ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രൈഡ് ചിക്കൻ ബർഗർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ പീസസ് ആണ് വേണ്ടത്. ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കനം കൂടുതലാണെങ്കിൽ നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടൊന്ന് കനം കുറച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ പയ്യെ ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് ഫ്ലാറ്റ് ആക്കിയെടുക്കാം. ഇതിപ്പോൾ വലിയ പീസായതുകൊണ്ട് ഞാൻ 2ആയിട്ട് മുറിക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഒണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അതും, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഒരു ചെറിയ ബൗളിൽ 1 കപ്പ് മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് ഒണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഉണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ വീതം ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഈ ഫ്ലവർ ആൻഡ് സ്പൈസ് മിക്സ്ചറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബർഗർ ബണ്ണ് 2ആയിട്ട് മുറിച്ചത് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ പാനിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചീസിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ചീസ് നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ബർഗർ ബണ്ണിൽ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് 1-2 പീസ് ലെറ്റൂസും സവാള വട്ടത്തിലരിഞ്ഞതും പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കനിൽ ചീസ് മെൽറ്റ് ചെയ്തെടുത്തതും വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ടൊമാറ്റോ സോസോ നല്ല എരിവുള്ള സോസ് ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ മയോണൈസ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പീസ് തക്കാളിയും കൂടി വെച്ചിട്ട് ബർഗർ ബണ്ണും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി ഫ്രൈഡ് ചിക്കൻ ബർഗർ റെഡിയായി. അപ്പോൾ പാറ്റിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ബർഗറിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഫ്രൈഡ് ചിക്കൻ ബർഗർ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.